പത്തനംതിട്ട പീഡനക്കേസിൽ 13 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ. എഫ്ഐആറുകളുടെ എണ്ണം 9ആയി. 2 പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ 20 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഈ വാർത്ത ഒന്നൊന്നായി ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ 18 വയസ്സുകാരിയായ പെൺകുട്ടിയെ 13 വയസ്സ് മുതൽ അറിയാവുന്നവരും പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ നിരവധി പേർ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. നിലവിൽ തന്നെ 20 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. അതിൽ ഏറ്റവും സങ്കടകരമായ വസ്തുത ഒരു +2 വിദ്യാർത്ഥി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 1.5 മാസം മുമ്പ് വിവാഹിതനായ ഒരു നവവരൻ കൂടി ഇതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ചൂഷണം ചെയ്തത് പിതാവിൻ്റെ അജ്ഞത, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൽ അജ്ഞത മുതലെടുത്തുകൊണ്ടാണ് ഈ ഫോണിലേക്ക് അശ്ലീല ദൃശ്യങ്ങൾ അടക്കം അയച്ചത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന എന്തൊക്കെ വിവരങ്ങളാണ് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? 13 വയസ്സ് കുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പീഡനം. ആദ്യത്തെ ഈ കുട്ടിയുടെ ആൺ സുഹൃത്തായിരുന്നു ആദ്യത്തെ ഇതിൽ പീഡനം നടത്തിയത്. പിന്നീട് ഇയാൾ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി സുഹൃത്തുക്കൾക്ക് കൈമാറി. സുഹൃത്തുക്കൾ പലരും ഈ സന്ദേശങ്ങൾ, അതായത് ഈ വീഡിയോ നഗ്നചിത്രങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്, തങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലെങ്കിൽ അത് പുറത്ത് അറിയിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് തന്നെ ഈ വീഡിയോ സന്ദേശങ്ങൾ അയച്ചു കൊടുത്തു. അതാണിപ്പോൾ ഈ സിജു സൂചിപ്പിച്ചത്. അച്ഛൻ്റെ മൊബൈൽ ഫോണിലേക്കാണ് അത് അയച്ചു കൊടുത്തത്. അച്ഛൻ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ശീലമില്ല, അത് എടുക്കാറുമില്ല. സ്വാഭാവികമായും പെൺകുട്ടിയാണ് ഈ ഫോൺ കൂടുതലും കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ IT ആക്ട് ഉൾപ്പെടെ ഇതിൽ ഇപ്പോൾ പോലീസ് പോക്സോ ആക്ടിന് പുറമെ IT ആക്ട് ഉൾപ്പെടെ ചുമത്തിയിട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിലേറ്റവും ഒരു ഗൗരവമുള്ള വിഷയമെന്ന് പറയുന്നത്, നിലവിൽ ഇപ്പം തന്നെ 3 പേർ, അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 17 വയസ്സും 18 വയസ്സിന് താഴെയുള്ള 3 കുട്ടികൾ കൂടി ഈ കേസിൽ ഇപ്പോൾ പ്രതികളാണ്. ഇതിൽ ഒരാളെ ഇന്നലെ തന്നെ തൃശ്ശൂരിലേക്ക് കുട്ടികളുടെ ഇവിടെ ചിൽഡ്രൻ ഹോമിലേക്ക് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പേരെ ഇന്ന് കൊല്ലത്തേക്കും മാറ്റും. ഇന്ന് രാവിലെ മാറ്റും. കൊല്ലത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സുരക്ഷാ ഭവനമുണ്ട്, അങ്ങോട്ടേക്കാണ് മാറ്റുന്നത്. പിന്നീട് അതിൻ്റെ കേസും നടപടികളെല്ലാം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അവിടെയാണ് ഇതിൻ്റെ വാദപ്രതിവാദങ്ങളും മറ്റ് ശിക്ഷകളും ഒക്കെ വിധിക്കുന്നത് അവിടെ വെച്ചായിരിക്കും. ഇതാണ് ഏറ്റവും ഗൗരവമായ സംഭവം. ഇതിൽ കുട്ടികളുടെ ഒപ്പം പഠിച്ച വിദ്യാർത്ഥികളിൽ പലരും ഇതിൽ പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നിലവിൽ ഇതിൽ മറ്റൊരു കാര്യം, 64 പേരുടെ ഒരു പേര് ഓർമ്മയിലുള്ളതെല്ലാം ചേർത്ത് 64 പേരെ സംബന്ധിച്ചിട്ടുള്ള ഒരു മൊഴി കുട്ടി CWCക്ക് നൽകിയിരുന്നു. 2 വട്ടം അവർ ഇത് ആവർത്തിച്ച് മൊഴിയെടുത്തപ്പോഴും കോൺട്രഡിക്ഷൻ ഇല്ലാതെ 64 പേരുടെ പേര് പറയുന്നു. അതേസമയം തന്നെ കുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് നഗ്നചിത്രങ്ങൾ അയച്ചത് ഉൾപ്പെടെ അങ്ങനത്തെ ഒരു ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ 39 പോലീസിന് കിട്ടുന്ന ഒരു ഫിഗർ. ആ 39 പേരെ കേന്ദ്രീകരിച്ചിട്ടാണ് പോലീസിൻ്റെ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ 85% ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 39-ൽ ഇനി 85-ന് പുറമെ 15% ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. അത് ഇനി സാങ്കേതികമായിട്ടുള്ള ഇത് പ്രകാരമുള്ള സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി അന്വേഷിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഇതിൽ എത്താനാണ് ഇപ്പോൾ പോലീസിൻ്റെ നീക്കം നടക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 2 പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ട് 20ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ 13 പേർ, ഈ ജുവനൈൽ ജസ്റ്റിസിൻ്റെ ആക്റ്റിൽപ്പെട്ട ഉൾപ്പെടെ ഒരു കുട്ടി ഉൾപ്പെടെ 2 കുട്ടികൾ ഉൾപ്പെടെ 13 പേരാണ് ഇതിന് ഉള്ളിലുള്ളത്. ഇനി അവരിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇനി നടക്കാനുള്ളതും. ഇനി കുറച്ചുകൂടി ആളുകളിലേക്ക് ഇത് അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്. ഇനി കൂടുതൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മൊഴി പോലീസിന് വീണ്ടും എടുക്കേണ്ടി വരും. ഇന്ന് പെൺകുട്ടിയുമായി വീണ്ടും പോലീസ് സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി വീണ്ടും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ ഇതിനകത്ത് വ്യക്തത വരാൻ വേണ്ടിയാണ് അങ്ങനൊരു നീക്കവുമായി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാജ്കുമാർ, ഈ കുട്ടിക്ക് 13 വയസ്സ് മുതൽ പീഡനത്തിന് ഇരയാകുന്നു. 18 വയസ്സ് കഴിഞ്ഞു കുട്ടിക്ക്. നിലവിൽ ഏറ്റവും ഒടുവിൽ ഇത് ഏകദേശം 5 വർഷത്തിൽ അധികമാകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ പല വിവരങ്ങളാണ് പുറത്തു വരുന്നത്? എങ്ങനെ ഈ കുട്ടി പുറത്തു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു? സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിനെ തുടർന്നാണോ? മറ്റാരുടെയെങ്കിലും പ്രേരണ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത് പോലീസ്? അതായത് ഇതിൽ ഈ
കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ വെച്ചൊരു പ്രോഗ്രാം നടന്നു. കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഈ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് നടന്നത്. അതിനിടയിൽ ഉള്ള അതിലുള്ള കൗൺസിലിംഗ് നടത്തിയവരാണ് കുട്ടി ഇക്കാര്യങ്ങൾ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ഇതെല്ലാം കേൾക്കുമ്പോൾ താൻ വല്ലാത്തൊരു വിഷമത്തിലാണ്, എനിക്ക് ഈ മാനസാന്തരം വേണം, എനിക്ക് കാര്യങ്ങൾ കുറച്ച് വെളിപ്പെടുത്താനുണ്ട്, എനിക്ക് ഈ ടെൻഷൻ സഹിക്കാൻ വയ്യ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ സമീപിക്കുന്നു. അധ്യാപികയുടെ സഹായത്തോടു കൂടി തന്നെ കുട്ടിയുടെ ഈ കൂടുതൽ മൊഴി അവർ കേൾക്കുന്നു. അപ്പോഴാണ് ഇതിൽ ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതും പിന്നീട് ഇവരിത് CWCക്ക് കൈമാറി. CWCയാണ് ഇതിൻ്റെ മൊഴിയെടുത്തതിന് ശേഷം പോലീസിന് ഇത് കേസെടുക്കാനായി നിർദ്ദേശം നൽകിയതും കൈമാറിയതും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഇതിൽ വനിതാ കമ്മീഷൻ, അതുപോലെ ഈ കേന്ദ്ര വനിതാ കമ്മീഷൻ, ശിശുക്ഷേമ സമിതികൾ ഉൾപ്പെടെ ഇതിൽ ഇടപെടുന്നതും ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. സിജു. ശരി രാജ്കുമാർ, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള പീഡന വാർത്തയുമാണ് ഇപ്പോൾ നൽകിയത്. ഇനി കൊല്ലത്ത് നിന്നുള്ള മറ്റൊരു വാർത്ത കൂടി അറിയേണ്ടതുണ്ട്. കൊല്ലത്ത് 2 പേർക്കെതിരെ 8 പോക്സോ കേസ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് കേസ്. സ്കൂൾ ബസ് ഡ്രൈവറും സഹായിയുമാണ് പിടിയിലായത്. രാജ്കുമാർ, ഇതും പരാതി സ്കൂൾ ആർക്കാണ് പരാതി നൽകിയത്? സ്കൂൾ അധികൃതർക്കാണോ ഈ വിദ്യാർത്ഥിനികൾ പരാതി നൽകുക? വർഷങ്ങളായി ഒരേ ബസ്സിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥിനികളാണോ ഈ ഡ്രൈവർക്കും ഒപ്പം തന്നെ സഹായിക്കുമെതിരെ പരാതി നൽകിയത്? അതെ, ഈ സ്കൂൾ ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരേ സ്കൂൾ ബസ്സിൽ വർഷങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് സ്കൂൾ അധികൃതരോട്, ഈ ടീച്ചർമാരോട് ഈ വിവരം പറയുന്നതും. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അപ്പം തന്നെ ഈ സ്കൂൾ അധികൃതർ അത് പോലീസിനെ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു ടീം വന്ന് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി അവർക്ക് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ശക്തികുളങ്ങര പോലീസിന് CWC റിപ്പോർട്ട് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഭാഷ് സാബു എന്നീ 2 പേരെ, ഡ്രൈവറിനെയും സഹായിയും ഇപ്പോൾ ശക്തികുളം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. സിജു. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്.